ഇതാണ് തെമ്മു. ഇതിന്റെ പേരാണ് യമു. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ജെനി ചെങ്കീസ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഫാമിലേക്ക് പോവാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ കേട്ടോ, ഒരു സ്റ്റോപ്പുള്ള പോവാന്. അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ടുള്ള അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം. അപ്പോൾ നമുക്ക് ഫാമിലേക്ക് പോകണ മുന്നത്തിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് ATM നിന്ന് പോയി കാശ് എടുക്കണം. പിന്നെ അതുപോലെ തന്നെ പൂച്ചയുടെ ഫുഡ് വാങ്ങിക്കാണ്ട്. ഈ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഫുഡ് വാങ്ങിക്കാറ്. പൂച്ചൻ്റെ ഫുഡ് ഏകദേശം തീർന്നിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കാറ്. എസ്ലുവിന് ഭയങ്കര ഇഷ്ടമാണ് ഈ കിളികളുടെ ഒച്ചയും സൗണ്ടൊക്കെ. അപ്പോൾ അവന് അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇരിക്കും. അങ്ങനെ കാണിച്ചു കൊടുത്താൽ ഇതാണ് പൂച്ചയുടെ ഫുഡ്. അപ്പോൾ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ എൻട്രി ഫീ വരുന്നത് 200 രൂപയാണ്. ആദ്യം 150 ആയിരുന്നു, ഇപ്പോൾ 200 രൂപയായി. എട്ട് മണി വരെ ടിക്കറ്റ് കാണിച്ചു. നമ്മൾ കയറുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായി, ടൈമും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായി. എത്ര മണി പറഞ്ഞു? 11 മണി മുതൽ 8 മണി വരെ. 8 മണി വരെ എന്നാണ് ഒരു ടൈം പറഞ്ഞിട്ടുണ്ടായത്. അപ്പം നമ്മൾ അങ്ങോട്ട് കയറുന്ന സമയത്ത് തന്നെ നല്ല അടിപൊളി ഫ്ലവേഴ്സ് കണ്ട്. പിന്നെ എൻട്രി ചെയ്തപ്പോൾ ഫസ്റ്റ് തന്നെ ഒട്ടകത്തിനെ കണ്ട് ഫീഡ് ചെയ്യാനുള്ള അല്ല, അതിന്റെ മറ്റേ എന്തെല്ലാം തന്നത്, പ്ലാവിന്റെ ഇലയാണ് അതിന് ഫുഡ് കൊടുക്കാൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. എസ്ലു കണ്ടപ്പോൾ തന്നെ കരഞ്ഞു. ആൾക്ക് ചെറുതായിട്ട് പേടിയായി. കുറച്ചേരം നോക്കിയിരുന്നു, പിന്നെ ആൾ കരഞ്ഞിട്ട് പിന്നെ പോയി. പിന്നെ ഞാനാ കൊടുത്തത്. ഒട്ടകത്തിന് ഫീഡ് ചെയ്യാൻ ശേഷം ഞങ്ങൾ പോയി അവിടുന്ന്. പിന്നെ താറാവിനെ കണ്ടത്. പിന്നെ ഞങ്ങളൊരു പോണ്ട് പോലെ സ്ഥലത്തേക്ക് പോയി. അവിടെ കുറച്ച് നേരം ഇരുന്ന് അവിടെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സൺറൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അവിടെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ കുതിരനെ കാണാനാണ് വന്നത്. കുതിരനെ ഏജിലൊക്കെ അങ്ങനെ നോക്കി നിന്ന് കരഞ്ഞൊന്നുമില്ല. പിന്നെ ഉമ്മയാണ് പിന്നെ കുതിരക്ക് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉമ്മക്ക് ഒരു ഉണങ്ങിയ പുല്ലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കുതിര കഴിച്ചൊന്നുമില്ല. ഷുഗർ ഗ്ലൈഡറിനെ ഞങ്ങൾ പിന്നെ കണ്ടത് തലയിലും കയ്യിലൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കൊണ്ടാകാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിട്ട്. പിന്നെ ഉപ്പാക്കൊക്കെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കയ്യിലൊക്കെ. പിന്നെ അതൊക്കെ ഇങ്ങനെ കുറേ നേരം നോക്കി നിന്ന്. ഏതെങ്കിലും അതൊന്നുമില്ലൊരു പൂച്ചയാണെന്ന് വിചാരിച്ചു. തച്ചിനെ പോലെ തന്നെ ഉണ്ട്. ഭംഗിയുണ്ട്. പേടിച്ചിട്ടാ ഞങ്ങൾ പോയ ദിവസം തിരക്കില്ലാത്തത് കാരണമാണ് ഞങ്ങൾക്ക് കയ്യിലൊക്കെ വെക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ കുട്ടികളായിട്ട് വരണതായിരിക്കും കൂടുതൽ ബെറ്റർ. കുട്ടികൾക്ക് കളിക്കാൻ പാർക്കുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാണാനും നല്ല അടിപൊളിയാണ്. തലയിൽ തൊപ്പി പോലെ തൂവലുള്ള ഇനം. എവിടെ ഇനം? ഇത് എന്നാത്ത ജാതി സാധനം? ആശറ, ഇതാണ് കഴുതുണ്ട് അവിടെ. ഫസ്റ്റ് തന്നെ കണ്ടപ്പോൾ ചെറിയ കുതിരാന്ന് വിചാരിച്ചേ. അപ്പം പറഞ്ഞത് കഴുതാണ്. അങ്ങനെ ഞങ്ങൾ ഇതിന്റെ പേരാണ് യമു. ഇത് അതിന് ഫീഡ് ചെയ്തവള്. എനിക്ക് പക്ഷെ ഇതിനൊക്കെ പേരാണ് ഫീഡ് ചെയ്യാൻ. ഇങ്ങനത്തെ കുറേ അനിമൽസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇതിന്റെ പേരൊന്നും അറിയില്ല. നല്ല ഭയങ്കര ഷാർപ്പായിട്ടുള്ള കൊമ്പുകളുള്ള ആടുകളുണ്ടായിരുന്നു. 4 കൊമ്പുള്ള ആടുണ്ടായിരുന്നു. ഒരാടാണ് ഇത്. ഈ ആടിനിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയായിരുന്നു അതിൻ്റെ അടുത്തേക്ക് പോകാനൊക്കെ. പക്ഷെ അതിൻ്റെ തലയിലൊക്കെ ഒന്ന് തലോടിയപ്പോൾ ആള് ഭയങ്കര പാവമായിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നിട്ടാ. ഇതിനെ കാണുമ്പോൾ പാവം തോന്നിയിട്ടാ. നമ്മളിങ്ങനെ തലോടാൻ പറ്റണ പോലെ ഇങ്ങനെ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഉപ്പ പോയിട്ട് അതിനൊന്ന് തലോടിയതാ. അതിന് ഇഷ്ടമായില്ല. ഇങ്ങനെ കൊമ്പ് മറ്റേന് തലോടണ പോലെ ഇതിനെ തലോടാൻ നോക്കിയതാ. അത് കാണുമ്പോൾ ഭയങ്കര പേടിപ്പെടുത്തണ പോലെ ആണെങ്കിൽ അത് ഭയങ്കര പാവായിരുന്നു. പക്ഷെ ഇതിനെ കാണുമ്പോൾ പാവം തോന്നി. പക്ഷെ ഇത് ഭയങ്കര ഡേഞ്ചറാണ്. കൊമ്പായിട്ട് ഭയങ്കര ഇങ്ങനെ കുത്തണ പോലൊക്കെ ഇങ്ങനെ കാട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ആടുംകുട്ടി ഉണ്ടായിരുന്നു. അതിന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതിനെക്കാട്ടും ക്യൂട്ട് തന്നെ ആടുംകുട്ടിനാണ്. പക്ഷെ അത് എന്താ അവിടെ എന്താ ഇവിടെ ഒന്നുമില്ലല്ലോ. പറ്റിക്കന്നെ വെറുതെ. ഇവിടെ കൊറേ വെറൈറ്റി പൂച്ചകളുണ്ട് കേട്ടോ. പുലിയുടെ പോലത്തൊരു പൂച്ച, ഇങ്ങനത്തെ ഒരു പൂച്ച ഞങ്ങളെടുത്തുണ്ട്. ഇത് നല്ല ക്യൂട്ട് പൂച്ച.
പിന്നെ ഞങ്ങൾ പാമ്പിൻ്റെ ഭാഗത്തേക്കാണ് പോയത്. പാമ്പിൻ്റെ ഭാഗത്തേക്ക് പോയ സമയത്ത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി പോലെ ഉണ്ടായിരുന്നു കാണുമ്പോൾ തന്നെ. അവിടെ പോയ എല്ലാ പാമ്പിനൊന്നും അവർ തരില്ല, ഓരോ പാമ്പിനും ഓരോ ടൈമുണ്ട്, അപ്പം തന്നെ അവർ തരുള്ളൂ. അവൾക്ക് പേടിയാണ്. പക്ഷെ എനിക്ക് ഈ യെല്ലോ കളർ പാമ്പിനെ കയ്യിലൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊന്നും സമ്മതിച്ചില്ല. പിന്നെ ആ പാമ്പിനെ കിട്ടും, യെല്ലോ കളർ പാമ്പിനെ ഇരുന്ന് കയ്യിലൊക്കെ എടുത്തിട്ട് ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ബ്ലാക്ക് കളർ പാമ്പിനെ തന്നെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ കാരണം ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഒരു ബ്ലാക്ക് കളർ പാമ്പിനാണ് തന്നത്. പക്ഷെ അവൾക്ക് യെല്ലോ കളർ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നു. പക്ഷെ അവർ പറഞ്ഞ ഓരോ സമയത്ത് അതിൻ്റേതായിട്ടുള്ള അങ്ങനെ പാമ്പിനെ അവർ തരുള്ളൂ എന്ന് പറഞ്ഞു. എല്ലാ പാമ്പിനും ഒരുമിച്ചിട്ട് അവരങ്ങനെ ഇറക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. പിന്നെ ഉടുമ്പിനെ കണ്ടു. ഉടുമ്പിനെ മാത്രമല്ല കുറേ അങ്ങനത്തെ കുറേ അനിമൽസും ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഞങ്ങൾ കുറച്ച് മാത്രമാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക, അടിപൊളിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് അവിടെ പോയാൽ. പിന്നെ നമ്മൾ കുരങ്ങന്മാരെ പോലത്തെ രണ്ടാൾ അതിൻ്റെ ഉള്ളിൽ കണ്ട്. പക്ഷെ അത് കുരങ്ങന്മാരല്ല എന്നവർ പറഞ്ഞു, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് കുരങ്ങനല്ല, വേറെ എന്തോ സാധനമാണ്. പാമ്പാ ഈ ചെടി ഞങ്ങൾ ഇതുപോലെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഓരോ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഷാമ്പു ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സാധനമാണത്, ഒറിജിനൽ സാധനം തന്നെ. പിന്നെ ഞങ്ങൾ കോഴികളെ ഭാഗത്തേക്കാണ് പോയത്. സാധാ കോഴികളല്ല, ടർക്കി കോഴികൾ, അങ്ങനത്തെ വെറൈറ്റി കോഴികളാണ്. പിന്നെ അതുപോലെ പ്രാവ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ കണ്ട ഞങ്ങൾ. ഇവിടെ ഒരാള് നമ്മള് ഫോട്ടോ എടുക്കണ കണ്ടിട്ട് നല്ല അടിപൊളി കാണുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഇതിനെ കാണുമ്പോ ഞങ്ങൾ പേടിച്ചോടും. മദ്രസയ്ക്ക് പോണ വഴിയിലുണ്ടാവും ഈ സാധനം. പണ്ടൊക്കെ ഞങ്ങള് ഇതിനെ കാണുമ്പോ ഓടും. ഇത് കൊത്താ വരും ഞങ്ങള്. ഈ സാധനം മഹാത്തരണത്തിന് ഫുഡ് കാണിച്ചിട്ടെ. സൺഫ്ലവർ സീഡാണ്. നമ്മള് പോലും ഇത്ര നല്ലത് കഴിക്കൂല സൺഫ്ലവർ സീഡ്. തലമുല വെക്കുന്നതിന് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ കയറാണ്ട് എല്ലാവരും കയറിയതിന് ശേഷമാണ് ഞാൻ കയറിയത് ഇതിൻ്റെ ഉള്ളിൽ. ഉമ്മ ആശ്രയം കയറാണ്ടപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് പേടിയാണ് ഇങ്ങനത്തെ സംഭവത്തിനൊക്കെ, തവളനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷെ അത് കൊത്തല്ലേ, നമ്മളെ കയ്യിലിങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ പിടിക്കണം. പക്ഷെ അതൊക്കെ ഭയങ്കര പേടിയാണ്, അങ്ങനെ കൊത്തണ പോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഉപ്പാക്കും ഉമ്മാക്കും അശ്രാക്കും അങ്ങനത്തെ ഫീലൊന്നും ഉണ്ടായില്ല. അവർ ഭയങ്കര എൻജോയ് ചെയ്ത് അതിന് ഫുഡൊക്കെ കൊടുത്തിട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ പകുതിക്ക് വെച്ചിട്ട് പേടിച്ചിട്ട് ഞാൻ അത് അവിടെ ഇട്ടിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചാവക്കാട് പഞ്ചവടിയിലാണ്. ഒന്നും കൂടി പറയുകയാണെങ്കിൽ മറൈൻ വേൾഡിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കുക, കമൻ്റ് ആക്കുക, ഷെയർ ആക്കുക. അപ്പോൾ പുതിയ വീഡിയോസിനായിട്ട് ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ ബെല്ലൈക്കൻ ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബൈ, ടാറ്റാ.